നമ്മൾ ഉരുൾപൊട്ടൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വയനാട് ചൂരൽമലയിൽ സമരവുമായി പടവട്ടിക്കുന്ന് നിവാസികൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 27 കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ആദ്യം അവരുടെ പ്രതികരണങ്ങൾ കാണാം. ഒരുപാട് സ്പോൺസർമാരുണ്ട്, ഒരുപാട് ആളുകൾ വീട് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ പാവങ്ങൾ ഈ 34 വീടുകളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടി അവരെ ഉൾപ്പെടുത്തുന്നവരെ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പടവട്ടിക്കുന്നിലെ കുടുംബത്തെ ആളുകളെ അവിടുന്ന് മാറാൻ താല്പര്യമുള്ള ആളുകളെ സർക്കാർ മാറ്റി പാർപ്പിക്കണമെന്നുള്ളത്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഈ ദുരന്തമാണ് കാരണമെങ്കിൽ, ഒന്ന് ഇതിന് മുൻപുണ്ടായ പുത്തുമല ദുരന്തത്തിന് ശേഷം പടവട്ടിക്കുന്ന്, മുണ്ടക്കൈ, കുറിച്യാർമല, ചെമ്പ്ര തുടങ്ങിയ ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളൊരു നിവേദനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കളക്ടറേറ്റ്. അതേസമയം സമരങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയാണ് CPIM. സർക്കാരിന് മുമ്പാകെ വന്ന ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർണ്ണം പരിഗണിച്ചിട്ടുണ്ട് എന്ന് CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഈ ദുരന്ത ബാധിതരുടെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനെല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ്റിനോട് ഇതുവരെ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതുകൊണ്ടൊരു പ്രക്ഷോഭത്തിലൂടെ നേടിയെടുക്കേണ്ട ആവശ്യകത ഇപ്പോഴില്ല. ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. സുർജിത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ പടവട്ടിക്കുന്നിലെ 27 കുടുംബങ്ങളെ ഉള്ളൂ. അപ്പോൾ അവരെ കൂടി ഈ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൂടി സർക്കാരിന്? എന്തുകൊണ്ടാണ് അതിൽ മറിച്ചൊരു തീരുമാനവും ഈ സമരത്തിൻ്റെയൊക്കെ സാഹചര്യം അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്? വിജയകുമാർ, ഈ മേഖല എന്ന് പറയുന്നത് വെള്ളാർമല സ്കൂൾ റോഡിലൂടെ കടന്നു പോകുന്ന ആ വഴിയാണ് പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. സ്വാഭാവികമായി ഇപ്പോൾ നിലവിൽ റോഡില്ല, റോഡ് പുഴയായി മാറിയിട്ടുണ്ട്, റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 27 കുടുംബങ്ങൾ ആണ് ശേഷിക്കുന്നത്. ആ കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതായത് ഈ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഈ പടവട്ടിക്കുന്നിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പടവട്ടിക്കുന്ന് മാത്രമല്ല, തൊട്ടടുത്ത് ഈ ബെയിലി പാലം കടന്ന് മുണ്ടക്കയിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായിട്ടുള്ള HML ഫാക്ടറിക്ക് തൊട്ടടുത്തുള്ള പാടികളും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതായത് ഈ പാടിയോട് ചേർന്നാണ് ജോൺ മത്തായി കമ്മീഷൻ കല്ലിട്ട് പോയിരിക്കുന്നത്. ആ പാടികളെ 4 പാടികളെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ളത്. മുണ്ടക്കയിലും സമാനമായ രീതിയിൽ ചില പാടികൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇവരെല്ലാം തന്നെ ഒന്നുകിൽ ഇനി ദുരന്താനന്തരം ഇവർ ഗുണഭോക്തൃ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വാഭാവികമായും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടി പടവട്ടിക്കുന്ന് നിവാസികൾ തയ്യാറായിട്ടുള്ളത്. ഒപ്പം തന്നെ റാട്ടപ്പാടിക്കാരും അട്ടമലക്കാരും അടക്കമുള്ള ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി തങ്ങളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധ സമരം സംഷാദ് മരക്കാരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല, ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള കെ ബാബു, വാർഡ് അംഗങ്ങളായിട്ടുള്ള നൂറുദ്ദീൻ, സുകുമാരൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക് പോകുന്നു. കളക്ടറേറ്റ് ഉപരോധമാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സമരത്തെ സംബന്ധിച്ച് CPIM ജില്ലാ സെക്രട്ടറിയും ഒരു പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ ഒരു സാഹചര്യമില്ല, പ്രക്ഷോഭം നടത്തി നേടേണ്ട അവകാശമല്ല ഇത്. എന്തായാലും കൂട്ടായി ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. പടവട്ടിക്കുന്ന് അത് നമ്മൾ ആ വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ മുന്നിലൂടെ ദീർഘദൂരം നടക്കുമ്പോഴാണ് പടവട്ടിക്കുന്ന് ഈ അപകടം ഉണ്ടായി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ 2 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയവരെ നേവി സംഘമൊക്കെ അവിടെ നിന്ന് മോചിപ്പിച്ചൊക്കെ റോഡില്ല, കറണ്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ആകെ പ്രശ്നമുള്ള സ്ഥലമാണ്. നോക്കി 8 മാസം കഴിഞ്ഞു. 8 മാസമായിട്ടും ഈ പറഞ്ഞ കൃത്യമായ ഒരു ഫുൾ പ്രൂഫായ ഒരു പട്ടിക പോലും തയ്യാറാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഈ ഫോക്കസ് മാറിപ്പോവാണോ എനിക്ക് തോന്നുന്നു. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഈ ദുരന്തം അനുഭവിച്ച ആൾക്കാരെ നമുക്ക് വിവേചനത്തോടെ കാണാൻ കഴിയില്ലല്ലോ, പറ്റില്ല അല്ലേ?